നമ്മുടെ സ്നേഹപ്പച്ചൻ്റെ സംസ്കാര ശുശ്രൂഷയിലേക്ക് നാം കടക്കുകയാണ്. അപ്പച്ചൻ്റെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും എല്ലാം അവിടെയുണ്ട്. അവിടെയെല്ലാം മനസ്സിൽ അപ്പച്ചനെ കുറിച്ചുള്ള മനോഹരമായ ചിന്തകൾ ഈ നിമിഷങ്ങളിലുണ്ട്. തൻ്റെ മക്കളെ വളർത്തി വലുതാക്കി നല്ലൊരു ജീവിതം നയിച്ച് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇവർക്കും അറിയാവുന്നതുപോലെ കുറേ കാലങ്ങളായിട്ട് അപ്പച്ചൻ കിടപ്പിലായിരുന്നു. നമുക്ക് വിശ്വസിക്കാം അപ്പച്ചൻ്റെ കടന്നും പാവങ്ങളും ദൈവം പുറത്തു വന്നു അപ്പച്ചൻ പ്രത്യസാവാൻ നൽകി അനുഗ്രഹിക്കണമെന്ന്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലായിരുന്നു കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അപ്പച്ചനോട് അപേക്ഷിക്കാം. അനുദപിക്കുന്ന പാപയുടെ സംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനായി പനിനീരനെ ആശീർവദിക്കണം. ഈ ചിലത്താൽ തന്നെ ഞങ്ങൾ വിശദീകരിക്കുകയും ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള ശുശ്രൂഷയുടെയും അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനമായി ചന്ദ്രത്തിരിയാളുള്ള ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് കർത്താവിനെ സ്നേഹിക്കണമേ, എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സൃഷ്ടിചിതമയുടെ സ്വന്തം വഴി നവീകരണമേർത്താവി നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ട് നീ ആകാശത്തെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിലെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങളിൽ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവനെ തിരുനാമത്തിന് സ്തുതി. കരുണയാലെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണത്തിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്ത കർത്താവേ, നിങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ആകാശത്തെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിലെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർവനാമിശിവ കർത്താവേ, അഴലും മരണമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം.
പരിതപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യന് ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ ഞാൻ പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോർ ക്ഷയനാവും. മർത്യദേവം സകലേശൻ നിതരാനൂതനമാക്കുന്നു. ചെറുകിടത്തോരെ സ്വീകരിക്കുന്നു, അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിറയാൻ വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ മഹിലേശ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് കൃപയും അനുഗ്രഹവും ജനത്തെ വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിർത്തട്ടെ. സഹായിക്കട്ടെ. ജീവന്റെയും മണ്ണിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ